എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2018 മാനുഫാക്ചറിങ് 18 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 4x4 സിഗ്മ വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണ്. ഈ വണ്ടി ഫുള്ള് കമ്പനി സർവീസിലുള്ളതാണ്. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ എങ്ങും ബോഡി പാർട്ടിൽ എങ്ങും തന്നെ വന്നിട്ടില്ല. ബമ്പറൊക്കെ ചെറിയ ടച്ചിങ് കാര്യങ്ങളോ നോർമലി ഡൽഹി വണ്ടികളിലെല്ലാം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ഡോറുകൾ, ഡിക്കി, ബോണറ്റ്, എൻജിൻ റൂം എല്ലാം ഒന്ന് പരിശോധിക്കാം. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഈ സൈഡിലത്തെ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടി നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഈ ഡോർ തുറന്നൊന്ന് പരിശോധിക്കാം. ഇവിടുത്തെ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ചെക്ക് ചെയ്തെല്ലാം ഇട്ടിരിക്കുന്നതാണ്. വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഡോർ പാഡുകളൊക്കെ ലെതർ ഫിനിഷിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളും ഒക്കെ വരുന്നു. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്കിതിൻ്റെ പഞ്ചിങ്ങിൻ്റെ ഭാഗമൊന്നും നോക്കാം. ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഈ ഭാഗത്തെയും പഞ്ചിങ് കാര്യങ്ങളെല്ലാം ഓക്കെ തന്നെയാണ്. നമുക്കിനി ഇതിൻ്റെ പുറക് ഡോറിലേക്ക് പോകാം. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. 2018 തന്നെ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വന്ന സമയത്ത് തന്നെ ഉള്ള ഗ്ലാസ്സുകളാണ് ഇതിൽ കിടക്കുന്നത്. ഈ ഡോറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിങ് കാര്യങ്ങളും എല്ലാം തന്നെ ഓക്കെയാണ്. ഇൻറ്റീരിയർ ഒന്ന് നമ്മൾ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. ഇതെല്ലാം ലെതർ ഫിനിഷിലാണ് ഇവിടെ എല്ലാം വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെയും കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഈ ഗ്ലാസ്സും എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ്. ടൈൽ ലൈറ്റിൽ ക്രാക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓൾ ഒറിജിനലായിട്ടുള്ള വണ്ടിയാണ്. ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇവിടെയെല്ലാം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഭാഗത്തേക്ക് വന്നാലും ഇവിടുത്തെയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത്. സ്റ്റെപ്പിന് ഒരു 50-60% ഉള്ളൂ. അതിനുള്ള ടയർ ഇതിനകത്തുള്ളൂ. ബാക്കി ടൂൾസും കാര്യങ്ങളും ഒക്കെ അകത്തുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇവിടെ ഈ സിഗ്മ 4ൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. 4x4 ആണ്. ഓട്ടോമാറ്റിക് ആണ്. 2018 വേരിയൻറ്റ് വണ്ടിയാണ്. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. ഈ ടൈൽ ലൈറ്റിലും ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് പ്രൊഫൈൽ എല്ലാം നല്ല നീറ്റാണ്. ചെറിയ 1-2 സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ പോളിഷ് ചെയ്യുമ്പോഴത്തേന് പോകാനുള്ളതേ ഉള്ളൂ. ഈ ഡോറിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിൻ്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഡോർ പാഡും കാര്യവും എല്ലാം നല്ല അത്യാവശ്യം വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് പോവാം. ഫ്രണ്ട് ഡോറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനലാണ്. ഇതിന് വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തെ പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോഴത്തേന് ഇതെല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ മേളുവശത്തെയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂം തുറന്നൊന്ന് കാണാം. ബോണറ്റിൻ ക്വാളിറ്റി, പിന്നെ എൻജിൻ്റെ സൗണ്ട് ഒക്കെ നമുക്കൊന്ന് കേൾക്കാം. ഈ ബോണറ്റിലേക്ക് വരുമ്പോൾ ബോണറ്റ് എല്ലാം പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത്. വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. റിപ്പയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്രോൺ സൈഡിലേക്ക് വരുമ്പോഴത്തേന് അപ്രോൺ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റിപ്പയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വണ്ടിയുടെ എൻജിൻ റൂം അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്രോസ് ബാറിൽ ഇതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. എൻജിൻ റൂം അത്യാവശ്യം നല്ല വൃത്തിക്കിരിക്കുന്നു. ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. ഇത് 8ാം മാസം 2024 പുതിയത് വെച്ചതാണ്. ഓക്കെ, ഈ സൈഡിലത്തെ അപ്രോണും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ടും കൂടെ ഒന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഇതിൻ്റെ സൗണ്ട്. ഞാൻ ഇതിൻ്റെ ഇത്രയും അടുത്താണ് നിൽക്കുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ആകെ 64,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിലുണ്ട്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഞാൻ ഇതിൻ്റെ ഇത്രയും അടുത്ത് നിന്നിട്ട് നിങ്ങൾക്കറിയാം ഇതിൻ്റെ സൗണ്ട് വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വശങ്ങൾ കാണാം. ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയർ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇൻറ്റീരിയറും കൂടെ
റൂഫ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. ഇനി ടയറിലേക്ക് വരുമ്പോഴത്തേന് ടയർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75% 80% 4 MRFിൻ്റെ ടയറുകളാണ് കിടക്കുന്നത്. റേഡിയൽ ടയേഴ്സ് ട്യൂബ്ലെസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ അലോയ്സ് ഡയമണ്ട് കട്ട് അലോയ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടയർ ഭാഗം നമുക്ക് ഉടനെ എങ്ങും അതിൻ്റെ പുതിയൊരു ടയറിനെ പറ്റി ചിന്തിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള MRFിൻ്റെ 4 ടയറുകൾ ഏകദേശം 80% ഉള്ളത് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇൻറ്റീരിയറും റൂഫും ഒക്കെ നമുക്കൊന്ന് കാണാം. ഇൻറ്റീരിയർ ഫുള്ള് ലെതർ ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് കാണാം ഈ ഡാഷ്ബോർഡിലൊന്നും വേറെ ചെളിയോ കാര്യങ്ങളോ ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല. സെൻട്രൽ കൺസോളും ഒക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഗിയർ നോബും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്വിച്ചുകളും കാര്യങ്ങൾക്കും ഒന്നും യാതൊരുവിധ തേയ്മാനമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാം അതിൻ്റെ സ്വിച്ചുകളൊന്നും ഡാമേജ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ സീറ്റ് ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ഇതെല്ലാം നല്ല വർക്കിങ്ങും കാര്യങ്ങളുമാണ്. വേറെ മാൽ ഫങ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഡോർപാടും കാര്യമല്ല അത്യാവശ്യം വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്ത് സീറ്റുകളും കൂടെ ഒന്ന് കാണാം. പുറകുവശത്തെ സീറ്റ് നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരുന്ന ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറകിലത്തെ റോയിലേക്ക് വരുമ്പോൾ പുറകിലത്തെ റോയും നല്ല സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. റൂഫിലേക്ക് വരുമ്പോഴത്തേക്കും റൂഫ് നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. ഓക്കെ, 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 64,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വാഹനത്തിൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബമ്പറിലൊക്കെ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ഉൾപ്പെടെ ഒറിജിനലാണ്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 4x4 ഓട്ടോമാറ്റിക് സിഗ്മ വേരിയൻ്റ് ആണ്. നമുക്ക് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്വയർമെൻ്റ് ഉള്ളത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള. അപ്പോൾ നല്ലൊരു അടിപൊളി വാഹനമാണ് വന്നിരിക്കുന്നത്. ഇതിന് ഫിക്സ് റേറ്റ് ആണ് 24,75,000 രൂപ. ഡൽഹിയിലെ വിലയാണ് പറയുന്നത്. ഡൽഹിയിൽ നമ്മൾ ഇതിന് കൊടുക്കേണ്ട വിലയാണ് 24,75,000 രൂപ. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാനുണ്ട്, അത് ഞാൻ പറയാം. നാട്ടിലെ ഏറ്റവും റിക്വയർമെൻ്റ് ഉള്ള ഒരു കളറാണ് വൈറ്റ്. അത് ഫോർച്യൂണറിലാണെങ്കിലും ക്രിസ്റ്റലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് വൈറ്റ് കളറാണ്. ഇപ്പോൾ ഇത് 4x4 സിഗ്മ വേരിയൻറ്റിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം അധികം ദിവസം കിടക്കുകയില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ച് വണ്ടിക്ക് ടോക്കൺ ഇട്ട് ബുക്ക് ചെയ്ത് വെക്കുക. ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അത്രയും നല്ലൊരു ക്ലീൻ വണ്ടിയാണ്. അതുപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ആരുടെ കയ്യിൽ നിന്നും ആദ്യമേ ഒരു അഡ്വാൻസ് തുക മേടിച്ച് കയ്യിൽ വെച്ചിട്ട് വണ്ടി എടുത്ത് കൊടുക്കുന്ന ഒരാളല്ല. കാരണം അത് എനിക്ക് എന്നെ വിളിക്കുന്ന കസ്റ്റമേഴ്സിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. കാരണം ഒരു വണ്ടി എടുക്കാനായിട്ട് ജെന്യൂനായിട്ട് വിളിക്കുന്നതാണ്, അവരെടുക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ 50,000 രൂപ തന്ന് ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി നോക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ രാവിലെ തൊട്ട് ഈ വണ്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ആരുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് മേടിച്ച് വെക്കാറില്ല. പലപ്പോഴും നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ സെയിം ആയിട്ടൊരു വണ്ടി ചെയ്തു, അത് തന്നെ ഒരു കസ്റ്റമർ വിളിച്ചു, എല്ലാം ഓക്കെ ആയി. അതായത് ആൾ പറഞ്ഞ റേറ്റിൽ നാട്ടിലെത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ ചെയ്യാം, ഞാൻ അവരായിട്ട് സംസാരിക്കട്ടെ. അങ്ങനെ ഞാൻ അവരുടെ ടേബിളിൽ പോയിരുന്ന് അവിടെ നിന്ന് സംസാരിച്ച് അത് ഫിക്സ് ചെയ്ത് ആൾ എടുക്കാൻ പോകുന്ന ആളോട് നമുക്ക് പിന്നെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല. നമ്മൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അവർ പറഞ്ഞ റേറ്റിൽ ആ വണ്ടി ഞാൻ കൺഫേം ആക്കി. എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഒന്ന് ഹോൾഡ് ചെയ്യണം, എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്, അപ്പോൾ നാളത്തേന് നമുക്ക് കൺഫേം ചെയ്യും, ഇപ്പോൾ അഡ്വാൻസ് ഇടത്തില്ല, ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇതേ ആൾ തന്നെ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പല രീതിയിൽ നമുക്ക് ഓണറുടെ നമ്പറോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡീലർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അത്യാവശ്യം നമുക്ക് വിചാരിച്ചാൽ തപ്പിയെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട്, ഞാൻ ഇന്നപോലെ നാട്ടിൽ നിന്ന് വീഡിയോ ചെയ്തത് കണ്ട് വണ്ടിയെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് നമ്മുടെ ആൾ തന്നെയാണ്, അപ്പോൾ നമ്മളെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് അവരായിട്ട് ഡീൽ ചെയ്യാനുള്ളൊരു ശ്രമവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനീ പറയുന്നത് എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല. ഇതിപ്പോൾ ഒരു 3ാമത്തെ 4ാമത്തെ അനുഭവമാണ്. കാരണം നമ്മൾ ഒരിക്കലും ആരുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ പോലും നിങ്ങളെനിക്ക് ആദ്യം അഡ്വാൻസ് തരൂ എന്നിട്ട് ഞാൻ വണ്ടി നോക്കുന്നൊന്നും ഞാൻ പറയാറില്ല.
പല കസ്റ്റമേഴ്സും നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സത്യമാണ്, നിങ്ങൾ എന്നെ കാണാതെ അല്ലെങ്കിൽ ഡൽഹി വരാതെ എൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ച് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാനുണ്ടാകും. ഒരുപാട് ആളുകളായിട്ട് നിങ്ങളുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോടോ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തുന്നത്. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്, നിങ്ങൾ ആ ഫൈനൽ ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം നമ്മളോടൊരു വണ്ടിയുടെ ഫൈനലിനെ പറ്റി സംസാരിക്കാൻ പറയുക. കാരണം 2-3 അനുഭവമായി നമ്മൾ എല്ലായിടത്തും പോയിട്ട് വണ്ടിയുടെ വില പറഞ്ഞ് ഉറപ്പിച്ച് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് നമ്പറും വാങ്ങി ഇപ്പോൾ അഡ്വാൻസ് ഇടാം എന്നും പറഞ്ഞിട്ട് പിന്നെ ഈ വഴിക്ക് വരില്ല. നമ്മൾ വിളിച്ച ഫോൺ എടുക്കില്ല. പിന്നെ വേറെ ഏതെങ്കിലും റൂട്ടിൽ കൂടെ ആ വണ്ടിയുടെ ഓണറെയോ ആ ഡീലർഷിപ്പോ തപ്പിയെടുത്ത് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ മാത്രമല്ല, നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഫീൽഡിൽ നിൽക്കുന്ന വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ വീഡിയോ ഇല്ലാതെ വണ്ടി നാട്ടിലേക്ക് കയറ്റി വിടുന്ന കച്ചവടം ചെയ്യുന്ന 100 കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്. ഇവരെല്ലാം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബവും അവരുടെ ജീവിതവും ഒന്ന് കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് ഈ പൊടിക്കകത്തും ഈ മഞ്ഞിനകത്തും വന്ന് നിന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം ദയവായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓക്കെ, വേണ്ട, നമ്മുടെ നല്ല വേറെ ആരുടെ നിന്ന് എടുത്താലും ഒരിക്കലും അവരെ ഇങ്ങനെ കറക്കരുത്. കാരണം ഡൽഹി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമല്ല. നമ്മൾ ഓർക്കും, നമ്മളിപ്പോൾ കോട്ടയത്താണെങ്കിൽ കോട്ടയത്തു നിന്ന് കഞ്ഞിക്കുഴി വരെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയോ പത്തനംതിട്ടയോ പോകുന്ന പോലെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയല്ല നമ്മൾ വാഹനം നോക്കുന്നത്. ഒരു വണ്ടി നമ്മൾ നോയിഡയിലാണ് നോക്കുന്നതെങ്കിൽ അടുത്തത് ഫരീദാബാദ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വണ്ടി കിടക്കുന്നത് യുടെ ഒരു കുറച്ച് ഭാഗത്തും മറ്റേത് കിടക്കുന്ന ഹരിയാനയുടെ ഭാഗത്തും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഒരു വിഷമം വരും. കാരണം നമ്മളെ ഇങ്ങനെ ഓടിച്ച് നമ്മളോടെല്ലാം ഓൾമോസ്റ്റ് അപ്പം നമ്മളോട് സംസാരിക്കുന്ന പോലും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് നിങ്ങളത് പോയി ഫിക്സ് ചെയ്തോളൂ, നമ്മൾ എടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മളുടെ ഒരാൾ വന്ന് എനിക്ക് നിങ്ങൾ പരിശോധിച്ചത് പോരാ, നിങ്ങളുടെ ഒരു റിപ്പോർട്ട് പോരാ, എനിക്ക് പേഴ്സണലി ഒരു വേറൊരു ഏജൻസിയെ കൊണ്ട് വണ്ടി ചെക്ക് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ ചെക്ക് ചെയ്യിച്ചോളൂ. അദ്ദേഹം ആരെയോ ഡൽഹിയിൽ അറേഞ്ച് ചെയ്തു, ഏതോ ഒരു ഏജൻസി വണ്ടി ചെക്ക് ചെയ്യുന്നു. അവരെന്നെയല്ല കോൺടാക്ട് ചെയ്ത് അവരുടെ ഓഫീസിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ലൊക്കേഷൻ കൊടുത്തു. ഇതൊക്കെ നമ്മളുടെ ഒരു നേരെ പോകുന്നുള്ള ഒരു രീതി ആയതുകൊണ്ടാണ് ഞാൻ നേരെ അവർക്ക് ആ ലൊക്കേഷൻ കൊടുത്തു. അവർ ഒരു സമയം പറഞ്ഞു, ഈ സമയത്ത് ഞങ്ങൾ അവിടെ എത്തും, ആ സമയത്ത് നിങ്ങൾ വണ്ടി കാണിക്കണം. ഓക്കെ, ഞാൻ ആ വണ്ടിയുടെ ഓണറേയും വിളിച്ചു പറഞ്ഞു. അവിടെ വന്നു. വണ്ടി അവർ ചെക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്തു. അവരേതാണ്ട് 300 പോയിന്റ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് അവരും ചെക്ക് ചെയ്യുന്നത്. എൻ്റെ കയ്യിലും ഉണ്ട് ഈ പെയിൻറ്റിൻ്റെ തിക്നെസ് നോക്കുന്ന സാധനവും വണ്ടി സ്കാൻ ചെയ്യുന്ന മെഷീൻ എൻ്റെ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ആ വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അവസാനം പിന്നീട് അവരെല്ലാം ഓക്കെയാണ്, വില പറഞ്ഞു, എനിക്ക് എപ്പം നാട്ടിലെത്തിക്കും, എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ വേണം, ഇതെല്ലാം പറഞ്ഞ് സെറ്റായതിന് ശേഷം പെട്ടെന്ന് പിന്നെ അത് പറ്റത്തില്ല കേട്ടോ, നമുക്കത് ഇത്ര ആലോചിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അതിനകത്ത് വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുക്കുന്ന വീട്ടുകാരോടോ അല്ലെങ്കിൽ ആ ഡീലർഷിപ്പിലോ ഉള്ള നമ്മുടെ ഒരു റിലേഷൻ അവിടെ പോവുകയാണ്. കാരണം അവർ നമുക്കൊരു വാക്കിന് വിലയില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. പിന്നെ ഒരു വണ്ടിയുടെ കാര്യത്തിനോ അതേ സെയിം വണ്ടിക്ക് ഒരു വില ചോദിച്ചുകൊണ്ടോ എനിക്ക് വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുവാണ്. അപ്പം ദയവായിട്ട് എല്ലാവരും പൂർണ്ണമായിട്ടും ആലോചിച്ച്, എൻ്റെ കയ്യിൽ നിന്നല്ല വേറെ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും ആലോചിച്ച് തീരുമാനം എടുത്തതിന് ശേഷം മാത്രം ഉറപ്പ് പറയുക. അല്ലാതെ നമ്മളിങ്ങനെ മൊത്തം സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് ഒരു ഡീലിലോട്ട് എത്തുമ്പോഴത്തേന് അവസാന സമയത്ത് പുറകോട്ട് പോകുമ്പോഴത്തേന് അത് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കാട്ടിലും നമ്മൾ ഈ വണ്ടി പറഞ്ഞു വെച്ചാൽ അവർക്കും വേറെ ആൾക്കാർ നിൽക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നമ്മളിത് ഹോൾഡ് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് കോട്ടയം കാർസിൻ്റെ, അതുപോലെ ഫേസ്ബുക്ക് പേജുണ്ട്. ഇതിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.